ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, യൂട്യൂബ് തുടക്കക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക പരമാവധി. കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറെ ഒന്നല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2 മാസം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നെടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നി ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഞാനും ഒരു തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്രിയേഷൻ ആയിരുന്നു കേട്ടോ. ഞാനതെടുത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ചെയ്ത് ഞാനത് കോപ്പി ചെയ്തു, എൻ്റെ യൂട്യൂബിലിട്ടു. അത്യാവശ്യം 2 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ 12 ലക്ഷം വ്യൂവേഴ്സ് എനിക്ക് കിട്ടി. 12 ലക്ഷം വ്യൂവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ. ഞാൻ വിചാരിച്ചില്ല 12 ലക്ഷമൊക്കെ എനിക്ക് എൻ്റെ അത്രയും ഷോർട്ട്സ് ഓടുമെന്ന്. എൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ഞാനിട്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാകും, കാരണം നമ്മുടെ സ്വന്തമല്ലല്ലോ, മറ്റുള്ളവരെടുത്തിട്ടത് കൊണ്ട്. അപ്പോൾ എൻ്റെ ഇളയച്ചൻ്റെ മകൾ ചോദിക്കും, എനിക്ക് എന്താണ് ഇത്ര സന്തോഷമില്ലാത്തത്, ഇത്രയും വീഡിയോ ഓടിയിട്ടും. എന്നാലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു എന്തോ ഒരു ഇതുണ്ടാവും. അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ട് പോയി. പിന്നെ വീഡിയോസൊക്കെ വേറെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ അപ്പോൾ ഇത് ഉത്സവ സീസണിലേക്ക്. അപ്പോൾ ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അക്കൗണ്ടായിരുന്നു എൻ്റെ. അങ്ങനെ പിന്നെ പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നുന്നു ശിവരാത്രിയുടെയൊക്കെ മുന്നേ ആയിരുന്നു തോന്നുന്നത്. പിന്നെ മുന്നത്തെ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ ഓടുണ്ടായിരുന്നില്ല. ഒരു 3, 4, 5 അങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഓടിയിട്ട് പിന്നെ ഒരു 50, 100 എത്തുമ്പോൾ നിർത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് പറ്റിയെന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്ക് പിന്നെ കോപ്പിറൈറ്റ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വന്നാലേ നമുക്ക് ഇതേപോലെ ഇത്രയും പ്രോബ്ലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലായ സത്യത്തിൽ കോപ്പിറൈറ്റ് ഒന്നും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോപ്പിറൈറ്റ് ആയിരുന്നില്ല, ഈ പറഞ്ഞ വ്യക്തി എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 3 മാസത്തേക്ക്. അപ്പോൾ യൂട്യൂബ് ഇത് സ്വാഭാവികമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് എൻ്റെ അക്കൗണ്ട് 3 മാസത്തേക്ക് ബാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അത് ബാൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ അക്കൗണ്ട് എന്തായാലും ബാൻ ചെയ്താക്കനെയാണ് സംഭവം, ഈ പുള്ളിയുടെ ഇത് അറിഞ്ഞിട്ടതും. അങ്ങനെ ഞാൻ കുറേ പിന്നെ വീഡിയോസ് കണ്ടു. പിന്നെ ഏതെങ്കിലും യൂട്യൂബറിന് നമ്മളെ കോൺടാക്ട് ചെയ്യണമല്ലോ. ഇവർ പള്ളിപ്പുറത്ത് മിസ്റ്റർ മിസ്സസ് വ്ളോഗേഴ്സിൻ്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു. അങ്ങനെ ആ ചേട്ടന് മെസ്സേജ് ചെയ്തപ്പോൾ ആ ചേട്ടൻ വളരെ നല്ല രീതിയിൽ കറക്റ്റ് കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നിട്ടാ. അപ്പോൾ ആ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചാനലായിരുന്നു എൻ്റെ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു എന്നോട് മോണിറ്റേഷനായിരുന്നു. കാരണം വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ എനിക്ക് കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു തന്നു. അപ്പോൾ ആ ചേട്ടൻ ഫസ്റ്റ് വോയിസ് വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്തു. അപ്പോൾ ഞാൻ കോൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഫസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഈ അക്കൗണ്ട് നമുക്ക് കളയണം, അല്ലെങ്കിൽ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യണം, 3 മാസം വരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. തുടർച്ചയായി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാൽ അത് കുറച്ച് നമ്മുടെ വീഡിയോസ് ഓടിക്കോളും. എന്നാലും ഈ ഒരു ലെവലിൽ എത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ വോയിസിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ കറക്റ്റ് ചേട്ടൻ പറഞ്ഞു, ഈ വ്യക്തിയെ അറിയുമെങ്കിലോ പരിചയമുണ്ടെങ്കിലോ ആ വ്യക്തിക്ക് കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇവരുടെ ചാനൽ ഇതേപോലെ ഇവരുടെ വീഡിയോസൊക്കെ എന്തെങ്കിലും മറ്റുള്ളവരെടുത്തിടുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്, ബാൻ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പിന്നീട് അവർക്ക് ഇങ്ങനെ റിക്വസ്റ്റൊക്കെ അയക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും മാറ്റിയൊക്കെ കൊടുക്കും. അല്ലാത്ത പക്ഷം വല്ല കാണാതെ ബിസി ആയിട്ടുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെസ്സേജ് കണ്ടാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുണ്ടായിരുന്നു. അങ്ങനെ ശിവരാത്രിയുടെ അന്ന് രാത്രി ഞാൻ സോറിയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. നമ്മുടെ ലാംഗ്വേജ് അല്ല, പുള്ളി തമിഴ് നാട്ടുകാരനായിരുന്നു. അപ്പോൾ ഞാൻ തമിഴിൽ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ കുറേ മെസ്സേജ് അയച്ചു, സോറി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അറിയാതെ ചെയ്താണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ടു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ സഹതാപം തോന്നി. ഓക്കെ, ഞാൻ മാറ്റാം എന്ന് റിപ്ലൈ തന്നു. അത് കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോൾ എൻ്റെ അക്കൗണ്ട് ക്ലിയർ ചെയ്ത് തന്നിട്ട് പുള്ളിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ അബദ്ധം ചെയ്യരുത്. കാരണം മറ്റുള്ളവരുടെ വീഡിയോ അവർ ചോദിക്കാതെ നമ്മളിടുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് പരമാവധി ഇടാതെ ഇരിക്കുക. പിന്നെ അവരുടെ അനുവാദത്തോടുകൂടിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഇടയ്ക്ക് പണിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കണ്ടന്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കാനുണ്ടോ. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഒരു 7 മാസമായിട്ടുണ്ടായിരുന്നു. കുറേ പേര് എന്നോട് ചോദിച്ചു മോണിറ്റേഷൻ ആയാന്ന്. പേഴ്സണലായിട്ട് മെസ്സേജ് ആയിരിക്കും, കാണുമ്പോൾ എല്ലാവരും ചോദിക്കും മോണിറ്റേഷൻ ആയത്. എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി സമയം എടുക്കും മോണിറ്റേഷൻ ആവാനായിട്ട്.
വിസിറ്റ് പെട്ടെന്ന് വയറായി നമുക്ക് പൈസ സമ്പാദിക്കാമല്ലോ, അങ്ങനെയൊക്കെ കുറേ ധാരണകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയെല്ലാം നമുക്ക് കുറേ കടമകൾ കിടക്കാനുണ്ട്. നല്ല കഷ്ടപ്പാടാണ്. നമ്മളൊരു വർക്ക് ചെയ്യണം എങ്ങനെയാണ്, ഒരു ജോലി ചെയ്യണം എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ കുറേ വീഡിയോ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമല്ല വീഡിയോ എടുക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്കൊക്കെ ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് ഒറ്റ ഷോട്ടിലൊക്കെ ഒരു സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കില്ല. അതേപോലെ ആ ഒരു സിറ്റുവേഷനാണ് സത്യത്തിൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ പരമാവധി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒരു കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് കിട്ടിയില്ല, വീഡിയോസ് ഓടണില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിക്കലും നിർത്തി പോകരുത്. കാരണം 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം എത്ര കൊല്ലം വേണമെങ്കിലും എടുത്തോട്ടെ. പക്ഷേ നമുക്ക് അത് നമ്മുടെ മോണിറ്റേഷൻ എന്ന കടമ്പ നമുക്ക് കിടക്കുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടും. ഞാൻ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വീഡിയോസ് അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി വന്നു. പിന്നെ ഞാൻ കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടെ ഞാൻ 7 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ 5000 സംതിങ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യൂവേഴ്സും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഷോർട്ട് വീഡിയോസ് കൂടുതലായിരുന്നു. ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് വൈറലാകാൻ പറ്റും. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ക്രിയേഷൻ ചെയ്ത് നമ്മുടെ രീതിയിലായിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ പെട്ടെന്ന് വൈറലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. അതൊക്കെ പെട്ടെന്ന് വൈറലാവും. പിന്നെ നമ്മൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസിന് എനിക്ക് വ്യൂവേഴ്സ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വ്യൂവേഴ്സ് കിട്ടാറില്ല. പിന്നെ നമ്മൾ വെറുതെ ചുമ്മാ എടുക്കുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് വൈറലായി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഈശ്വരാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പരമാവധി കോപ്പിറൈറ്റ് ഇടാതെ നോക്കാം. പിന്നെ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഞാൻ ഡാൻസിൻ്റെ ഒക്കെ ഇട്ടാൽ വീഡിയോസിന് എനിക്ക് കോപ്പിറൈറ്റ് ഉണ്ട്. പക്ഷേ ഞാനത് കളഞ്ഞിട്ടില്ല. അതവിടെ കിടക്കട്ടെ. നമുക്ക് വാച്ച് അവർ കൂടാനായിട്ട് അത് നമ്മളെ സഹായിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് നമുക്ക് കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അത് അവിടെ കിടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരെ മ്യൂസിക് പാട്ടുകൾ അതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റേതായ ഇത് നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ കൂടുതലായിട്ടിടും. അപ്പോൾ നമുക്ക് വ്യൂവേഴ്സും പരമാവധി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അബദ്ധമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യാതിരിക്കുക. പരമാവധി കോപ്പിറൈറ്റ് ഒന്നും മറ്റുള്ളവരുടെ വീഡിയോസ് ഇതേപോലെ ഇടാതിരിക്കുക. നമ്മുടെ അക്കൗണ്ട് ബാൻ ചെയ്താൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ. കാരണം ഞാനതൊരു അനുഭവിച്ചിട്ട് വ്യക്തിയാണ്. പക്ഷേ എൻ്റെ 2 ദിവസത്തിനുള്ളിൽ അത് സോൾവ് ആയെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ഒരു ഇത് ലെവലിലെത്തിയതാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് പോകാമെന്ന് വെച്ചാൽ അത് അത്രയും നല്ല വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓൺ വോയിസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ.